മാലിക്കിനോട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുന്നേ കാണിച്ച കൃഷ്ണഗിരിയിലെ കുളവും കാര്യങ്ങളൊക്കെയാണ്. അപ്പുറത്തൊരു മല വരുന്നുണ്ട്. ഈ ഒരു കാണുന്ന ജംഗ്ഷൻ ഉണ്ടല്ലോ, ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് നമുക്ക് അതിൻ്റെ മേലേക്കാണ് കയറാനുള്ളത്. ഇതിൽ കൂടെ കയറണം കേട്ടോ. ഈ റോട്ടിന് ഇങ്ങനെ പോകണം. അപ്പോൾ വണ്ടി ഇവിടെയൊക്കെ നിർത്താൻ നല്ലത്. ഇല്ലെങ്കിൽ അതിൻ്റെ താഴത്തുള്ള വീട്ടുകൾ നിർത്തി കഴിഞ്ഞാൽ അവിടെ പാർക്കിംഗ് ഫീ വരുന്നുണ്ട് കേട്ടോ, 50 രൂപ. അതിലാറല്ലേ ഇവിടെയൊക്കെ സൈഡാക്കി പോകണം നല്ലത്. അപ്പോഴേ നമ്മളവിടെ കയറുമ്പോൾ ബാഗിൽ വെള്ളം കാര്യങ്ങളൊക്കെ കരുതണത് നല്ല കേട്ടോ. അതുപോലെ കഴിക്കാനുള്ള സ്നാക്സ് കാര്യങ്ങൾ, ഫുഡ് കാര്യങ്ങളൊക്കെ കരുതണത് നല്ലതാണ്. കാരണം 3 കിലോമീറ്ററോളം മല കയറാണ്ട് നോക്കിയാണ് ഇവിടുന്ന് താഴത്തുനിന്ന് കിട്ടിയ വിവരം കേട്ടോ. അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ബാഗ് കാര്യങ്ങളൊക്കെ വെള്ളം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പഞ്ചർ ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കട കാണാണ്ട് കേട്ടോ. നമുക്ക് പോകാനുള്ള ഇതിൽ കൂടെയാണ്. ഇവിടേക്കേ ആരും അങ്ങനെ എത്തിപ്പെട്ടിട്ടുണ്ടാവുകയെന്ന് വിചാരിക്കണം കേരളത്തിൽ നിന്ന്. കാരണം നമ്മൾ പോണ വഴികൾ കാര്യങ്ങളൊക്കെ നോക്കിക്കോളിട്ടോ. നാട്ടിൽ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഇതുപോലെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ചിത്രപ്പണികൾ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അറ്റ്ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ താഴേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു പാറ കാര്യങ്ങൾ, ഒരു ക്ഷേത്രം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു വഴിയിലൂടെ കേട്ടോ. ഈ ഒരു വഴിയിലൂടെ പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്കൂൾ വരുന്നുണ്ട്. ഗേൾസ് സ്കൂളാട്ടോ, ഉറുദു സ്കൂളാണ്. ഇങ്ങനെ വലിയൊരു പാറ താഴെ ഭാഗത്ത് തന്നെ വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് ഒരു അമ്പലം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. തെക്ക് താഴെ വരുന്ന ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം ഇതാണ് കേട്ടോ. ഒരു കല്ല്, വലിയൊരു കല്ലാണ്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് ഹനുമാൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഹനുമാൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അറ്റ്ലാസ്റ്റ് നമ്മൾ മല കയറാൻ പോവുകയാണ് കേട്ടോ. ഈ മലേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു മലയാണ് കേട്ടോ. ഇന്ത്യയിൽ ആകെ ഒരു മല ഉള്ളൂ എന്നാണ് ഇവിടെ ആളുകൾ പറയണത് കേട്ടതും പരിചയങ്ങളിലൂടെ സംസാരിക്കുന്നതൊക്കെ വന്നത് അങ്ങനെ കേട്ടോ. ഇന്ത്യയിൽ ആകെ ഒരു മലയുള്ളൂ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ. അതുപോലെ തന്നെ 300 മീറ്റർ ഗ്യാപ്പിൽ കുഴിക്കാനും ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊന്നും പാടില്ല കേട്ടോ. അതിന് നോട്ടീസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഗുഹകൾ കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര കൗതുകരമായിട്ടുള്ളൊരു ജേണിയാണ് ഇനി മുന്നേക്കുള്ളത്. ഭയങ്കര ഇൻട്രസ്റ്റിങ്ങുമാണ്, എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ. പോയൊക്കെയാലോ ഫോളോ. മല കയറുന്നതിന് മുന്നേ ഇങ്ങനെയായിട്ട് കുറച്ച് വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ടോ നമുക്ക് മേലേക്ക് കയറേണ്ടത്. ഇവിടെ ഇങ്ങനെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. ഒരു കവർ വരുന്നുണ്ട്, ചെറിയൊരു കവർ. ഇവിടെയും നേരത്തെ ഒക്കെ കാണിച്ച പോലെ പൂട്ടുകൾ, ചന്തിൻ്റെ കവറുകൾ ഇതൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മുല്ലപ്പൂ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉള്ളിൽ കവറിൻ്റെ ചുറ്റുപുറം ഇട്ടിട്ടൊക്കെ ഉണ്ട്. നമുക്ക് പറഞ്ഞ അടുത്തങ്ങനായിട്ട്. പിന്നെ ഈ ഒരു വ്യക്തിയുടെ കവർ കേട്ടോ. കണ്ടമാനം നീളത്തിൽ എഴുതിക്കൊണ്ട് തന്നെ വായിച്ചാൽ കുറച്ച് പ്രയാസമുണ്ട്. ഭാഗത്ത് ഇതിൻ്റെ ബോർഡിൽ കറക്റ്റായിട്ട് ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴിൽ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഒരു വിവരണം കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ ഈ ഒരു സ്റ്റെപ്പുകളാണ് നമുക്ക് കയറിപ്പോയുള്ളത് കേട്ടോ. ഇനിയാണ് നമുക്ക് സ്റ്റാർട്ടപ്പ്. അപ്പോൾ കയറുമ്പോൾ തന്നെ ഒരുപാട് പാറകൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് കാണുന്നത്. നല്ല കൂളിങ് കേട്ടോ അവിടെ. ഈ ഒരു ഭയങ്കര കൂളിങ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, റിയാസെറ്റ് സെറ്റാണേ. നമ്മളേ ഒരു മല മേലെ കഴുത്തിന് താഴെയുള്ള ഉടൽ ഭാഗം ഉണ്ടല്ലോ, അങ്ങനെ ഒരു കവറുണ്ട് കേട്ടോ ഈ മലൻ്റെ മേലെ. അങ്ങോട്ട് പോകട്ടോ. ഏകദേശം 3 കിലോമീറ്ററോളം നടന്ന് കയറാണ്ടെന്നാണ് പറയപ്പെട്ടത്. പിന്നെ അതിൻ്റെ തലഭാഗം വരുന്നത് ഈ മലൻ്റെ താഴത്തായിട്ടുള്ള ഒരു കബർസ്ഥാനിലാട്ടോ. നമ്മളുള്ളത് കൃഷ്ണഗിരിയിലാണ്. അപ്പോൾ ഈ കാണുന്ന സ്റ്റെപ്പുകളുണ്ടല്ലോ, ഈ സ്റ്റെപ്പുകളിലൂടെ ഇങ്ങനെ കയറി പോകണം കേട്ടോ. മനസ്സ് അങ്ങനെ കയറുന്നുണ്ട്, ഞാനും കയറുന്നു പിന്നാലെ. പോ വലിയ വലിയ ഉരുളപ്പാറകൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പാറൊക്കെ വന്ന് കെടുക്കണമൊക്കെയാണ്. ഇതൊക്കെ ചിലപ്പോൾ എങ്ങനെ വന്ന് കെടുക്കണമെന്നുള്ളതായിട്ട് അറിയാത്തത്. കറക്റ്റ് ആ ഒരു ഗ്യാപ്പിൽ തന്നെ വന്ന് കുടുങ്ങി നിൽക്കണ പോലെ. ഈ ഒരു സൈഡൊക്കെ ഇങ്ങനത്തെ പാറക്കല്ലുകളാണ് കേട്ടോ. അയ്യവാ, ഇവിടെ ഇങ്ങനെ കയറിപ്പോയുള്ള സ്റ്റെപ്പുകളുണ്ട്. നമ്മളെ ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ട് ഇതാ ഈ കാണേണ്ട ഏരിയതാ ഇവിടേക്ക് വരണം കേട്ടോ. ഈ ഒരു ആകാശവും ആ ഒരു പാറയും കൂടെയുള്ളൊരു ഭംഗി നോക്കണി. ചുറ്റുപുറം പാറകൾ കേട്ടോ. ഇവിടെ നോക്കണി ഫുള്ള് പാറ ഇങ്ങനെ ഉരുണ്ട് വന്ന് കിടക്കണ പോലെ. നമുക്ക് പോകാനുള്ള നടപ്പാതയായിട്ട് ഈ കാണുന്നത്. ഈ ഒരു എന്തൊക്കെയാണ് അവിടെ കാണാനുള്ള ഒരു ആകാംക്ഷയാണ് കേട്ടോ. നാട്ടുകാരും ഈ ഒരു ഏരിയയിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേൾക്കുമ്പോഴേ ഭയങ്കരമായിട്ട് നമുക്കുണ്ട് ഒരു ഇൻട്രസ്റ്റിങ് ഇങ്ങോട്ട് പോകാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ. കണ്ടോ ചുറ്റി വളഞ്ഞിട്ടുള്ള സ്റ്റെപ്പുകൾ കേട്ടോ. അപ്പോൾ
അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കാണുന്ന പോലെ ഇട്ടവിടുത്തെ സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ വളഞ്ഞ് പൊളഞ്ഞിട്ടുള്ളൊരു വഴി, അടിപൊളി. ഈ ഒരു ഇടവഴികളും കുറുക്ക് വഴികളും താണ്ടി നമ്മൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം കേട്ടോ. നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ, ഇതാ കണ്ടോളി, തുടങ്ങിയിട്ടുള്ളൂ. അപ്പോത്തിന് തന്നെ ഈ ഒരു വ്യൂ നോക്കിട്ടോ മൊത്തം കൃഷ്ണഗിരി കാണാമെന്നുള്ളതാണ്. സ്റ്റെപ്പുകൾ തന്നെ ഭയങ്കര കൗതുകകരമായിട്ടുള്ള കാഴ്ച ആയതുകൊണ്ട് ഒന്നും ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്കിത് ഇഷ്ടം കേട്ടോ ഇങ്ങനത്തെ യാത്രകൾ. നടന്ന് മടുത്താലോ ആണ് മക്കളെ കുത്തനുള്ള സ്റ്റെപ്പുകൾ. കുഴങ്ങിട്ടോ, കുറച്ച് കയറിയിട്ടുള്ളൂ, അപ്പോൾ ഒന്ന് കുഴങ്ങി. വെയിലും തുടങ്ങി. ഏകദേശം ഒരു 10-11 ആ ടൈമാട്ടെ നമ്മൾ കയറണേ. കുത്തനുള്ള സ്റ്റെപ്പുകളാണ് കേട്ടോ, ഭയങ്കര കുത്തനെയാണ്. ഇത് ഈ മല നോക്കുകയാണെങ്കിൽ നിങ്ങൾ, ഇതിൻ്റെ മേലേക്ക് നമുക്ക് പോകണം. അയ്യവാ, പിന്നെ ഇവിടെ വന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ പല കഥകളാട്ടോ കേൾക്കുന്നത്. അതായത് ഇവിടെ തല വെട്ടിയിട്ട് ആ തലയാണല്ലോ താഴത്ത് മക്കബറയിലുള്ളത്. അപ്പോൾ അന്ന് ഇവർ കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളൂ അല്ല, അങ്ങനെ പെണ്ണിനെ വീട്ടിലിരുത്തിയിട്ട് പോണ പോക്കിലാണ് പോയിട്ട് യുദ്ധത്തിന് പോയതാണ്. ആ യുദ്ധത്തിന് പോയിട്ടാണ് തല ഈ മലൻ്റെ മേലെ നിന്ന് വെട്ടിയിട്ട് ആ കാണുന്ന ഖബറിൻ്റെ അവിടെ പോയി തെറിച്ച് വീണെന്നൊക്കെയാണ് ചരിത്രങ്ങൾ കേട്ടോ പറയണത്. ഏകദേശം ഈ ഒരു ഏരിയക്ക് എത്തിയപ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഏരിയക്ക് എത്തിയപ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ. ഭയങ്കര നോക്കിട്ടോ, ഇത്ര സ്റ്റെപ്പ് എണ്ണി പറഞ്ഞവർക്ക് സമ്മാനം എന്നതേ വന്നതിൽ ഏറ്റവും കുത്തനുള്ള സ്റ്റെപ്പാണ് കേട്ടോ. മനസ്സിന് മടിയായി. വാ മനസ്സ് വാ, വണ്ടി വാ ബാ. ആ മാലിക്ക് നിർത്തിയ ഒരു ഭാഗത്ത് ഉള്ള കുളം കാണുന്നുണ്ട്, അവിടെയുള്ള റോഡ്. അതുകൊണ്ട് സ്റ്റെപ്പ് കുറച്ചേ കഠിന കയോഗ. എന്നാലും ഇവിടെ നിന്നൊരു സ്റ്റെപ്പില്ല കേട്ടോ, കണ്ടണി സ്റ്റെപ്പില്ല. ഇങ്ങനത്തെ പാറകൾ ഇവിടെ കണ്ടണി ഫുള്ള് വേറെ ലെവല്. ഇവിടെ തട്ട് എന്തോ കൊത്തി വെച്ചിട്ടൊക്കെ ഉണ്ട് കല്ലിൽ. തട്ട കയറിയിട്ടുണ്ട്. ഇമ്മച്ചി അവിടെ ഇരുന്നപ്പോൾ മോനസ് കയറിയിട്ട് ഇവനക്ക് പിന്നെ എവിടേക്കും വരാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഓളവിടെ ഇരുന്നപ്പോൾ ഇവ തന്നെ നൈസരി കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളേ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. എൻ്റെ ബാക്കിലൊക്കെയാണ് സ്റ്റെപ്പുകൾ അവസാനിച്ചു, ഇനി വേറെ ലെവലാണ്. അതുപോലെ വേറൊരു മല ഉണ്ട് കേട്ടോ, ഇൻഷാല്ലാ അവിടേക്ക് നമുക്ക് പോകണം. അവിടെ ഇതിലും ഡേഞ്ചറാണെന്നാണ് പറഞ്ഞത്, അതായത് കയറാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ. അവിടെ കുഴങ്ങിയിരുന്നു കേട്ടോ മരത്തിൻ്റെ അവിടെ. ഇവിടെ നോക്കുമ്പോൾ ഏകദേശം വ്യൂ ഇതാണ്. പണ്ട് പൊന്നൂസ് പറഞ്ഞ പോലെ എന്താ കുറേ മറ്റേ കച്ചറകൾ കൂട്ടിയിട്ടിരിക്കണ ചോദിച്ച് കുറേ വീട്ടിൽ ഇതേപോലെ കണ്ടപ്പോൾ ഇതിലേറെ വിട്ടുന്നിട്ടാ. അതേമാതിരി കുറേ വീടുകളെ പരന്ന് കിടക്കുന്നുണ്ട്. മേലെ നോക്കുമ്പോൾ ഒന്നുമല്ല എന്നുള്ളതാണ്. എന്നുള്ള ജേണി നോക്കിയിട്ട് ഞങ്ങൾ രണ്ടടാ സ്റ്റെപ്പുകളൊക്കെ കഴിഞ്ഞ് ഇങ്ങനത്തെ ഉരുളക്കല്ലുകളും പാറകളൊക്കെ ചവിട്ടിയിട്ട് ഇവിടുന്ന് കുറച്ച് കുത്തനാട്ടാ. കയറിപ്പോയുള്ള സ്ഥലങ്ങൾ നോക്കിയിട്ട് അതികൂടായിട്ട് കയറിപ്പോണ്ട് ഈ കല്ലും പാറ ഇതൊക്കെ ചവിട്ടിയിട്ട് എങ്ങനെ നാവഞ്ഞ് മോനസൊക്കെ വരിക. ജെസ്സിയും കുട്ടി എങ്ങനെ നാം വരിക. ഈ കാണുന്ന ഏരിയ കൂടി നടന്നിങ്ങനെ വരണം. നമ്മളേ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വെറും കരിങ്കല്ലുകൾ ഉരുളക്കല്ലുകളാട്ടെ കാണുന്നത്. മോനസിൻ്റെ ആകാംക്ഷമൊക്കെയാണ്. ഓനെ രാവിലെ വണ്ടി എടുത്തപ്പോൾ ഇന്നലെ നമ്മൾ വന്നു പോയതല്ലേ, അപ്പോൾ ഓനക്ക് ഇന്ന് രാവിലെ വണ്ടി എടുത്തപ്പോൾ പോവാ ഈ മല കാണിച്ചു തന്നിട്ട് കയറി നോക്കാണേ. അതൊക്കെയാണേ എന്താ എൻ്റെ കയറ്റം. വേണ്ട ഓനത് വരുന്നേ. ജെസ്സി അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോഴേ വേണ്ടല്ല.
നമുക്ക് അങ്ങനെ ഒരാളും കൂടി കൂടെ വരുന്നുണ്ട് കേട്ടോ കയറിയിട്ട്. നല്ല മേലെ വെള്ളം ഉണ്ട് പോകുന്നുണ്ട് കേട്ടോ. മഴ ഇതിന്നില്ല, അപ്പോൾ വെള്ളം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതിങ്ങനെ വരുന്ന നോക്കാണേ. അല്ല, ഇവിടെ നിന്നാണ് രസം. ഇനി ഇവിടുന്നാട് കയറാണ്ട് കുറച്ച്, ഇങ്ങോട്ട് കയറാണ്ട്, ഇനി മേലക്ക് പോവാണ്ട്. പോണ്ടേ നമുക്ക് മേലക്ക്? എന്നെ പറഞ്ഞാ കടിച്ച് താഴത്തേക്ക് വണ്ടി പോയിരുന്നോ? ഇജ്ജ് വണ്ടി പോയിരുന്നോ? പറഞ്ഞേക്കട്ടെ, വണ്ടി കൊണ്ടേക്കട്ടെ. ഇവനെ വണ്ടി കൊണ്ടേക്ക, ഇവന് കയറാൻ വെച്ചാ. കയറാൻ വെച്ചല്ല? കയറാൻ വെച്ചിട്ടുണ്ടാ? കയറാൻ വെക്കണ്ട്? എന്നെ വണ്ടി കൊണ്ടേക്കണേ. കോളം കാണണോ? ആയിക്കോട്ടെ. ഇപ്പഴത്തെ കയറിപ്പോണേ. എങ്ങനെ കയറണമെന്നുള്ളത് അങ്ങനെ കയറിപ്പോണം നമുക്ക്. മനസ്സിലെടുക്കോ ബാഗ്? അവനക്ക് തൂക്കി കൊടുത്താ എന്നാ അധികം വെക്ക്. ഓട്ടോട്ടെ. കയറാൻ പറ്റില്ലേ? അവനെ പിടിച്ചാ ജെസ്സി, അവനെ പിടിക്കണേ. ലാസ്റ്റ് ഞങ്ങൾ ഈ സാറ് കയറിയുന്നില്ലേ, അവിടെ ഇങ്ങനെ എത്തിട്ടോ. ഈ ഒരു ഏരിയയിൽ ഇവിടെ നോക്കിയപ്പോൾ കാണുന്ന വ്യൂ ആണേ. ഇവിടെ വെള്ള സ്രോതസ് കൂടുതലുള്ള ഏരിയ കേട്ടോ. ഇവിടെ റോഡ് കാണുന്നുണ്ട്, ഇവിടെ വെള്ളം കാണുന്നുണ്ട്, അവിടെ വെള്ളം കാണുന്നുണ്ട്, അവിടെ വെള്ളം കാണുന്നുണ്ട്, പിന്നെ ഇവിടെ അവിടെ വെള്ളം കാണുന്നുണ്ട്, അവിടെ വെള്ളം കാണുന്നുണ്ട്, പിന്നെ ഈ ഏരിയയ്ക്ക് വരുമ്പോൾ ഇവിടെ വെള്ളം കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് വെള്ളം കുളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ഒരു ഐറ്റം മുള്ളി ചെടികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കയറാനുള്ള ഭാഗമാണ് ഈ കാണുന്ന പാറമുകളിലൂടെ. സ്റ്റെപ്പുകളൊക്കെ അവസാനിച്ച് അറ്റ്ലാസ്റ്റ് നമ്മൾ ഈ ഒരു ഏരിയയൊക്കെ എത്തിയപ്പോൾ ചെറിയ തണലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. തണുപ്പുണ്ട് ഇവിടെ. ഇങ്ങനെ കയറുമ്പോൾ വെയിലത്ത് നല്ല ചൂടനാവും, പക്ഷെ ഇവിടെ ഒരു തണുപ്പും കാര്യങ്ങളും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ ഒരു ചെറിയൊരു കുളിര്. അങ്ങനെ ഒറ്റയ്ക്ക് വരാൻ പറ്റണില്ല ചേട്ടാ. അപ്പം ഞാൻ പോയിട്ട് കൂട്ടി കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പേടിയാട്ടോ. എല്ലാവരും പറയും ഇറങ്ങുമ്പോൾ സുഖമായിട്ട് ഇറങ്ങാം, പക്ഷെ ഇറങ്ങുമ്പോൾ എല്ലാം ശ്രദ്ധിച്ച് ഇറങ്ങണം. വാ മനസ്സിലാട്ടെ. ഇവിടെ കുളമുണ്ടല്ലേ? എന്നാ നീ കയറിക്കൂടെ? ജെസ്സിയെ കയറി പോകണ്ടാ, ഈ കൂടെ കയറണം. വീട്ടാ കയറി പോണ ആളെ. കയറി വരുന്ന നോക്കുകയാണെങ്കിൽ ഇതാ വന്ന വഴികളാണ് ഇതൊക്കെ. ഇങ്ങനെ മനസ്സത് കയറി പോണേ. ലാസ്റ്റ് നമ്മൾ മലേൻ്റെ മേലേക്ക് എത്താനായിട്ടാ. ഇതാ ഇവിടെ എത്താനായി. എന്താണ് ദിവസാട്ടോ. ഇക്ക് മൂതിയാ വേണ്ടന്നല്ലോ. അപ്പച്ചി ഇതാ കാണുന്നിൻ്റെ കുട്ടീനെ. ഡേഞ്ചറുള്ള കയറ്റം തന്നെ കേട്ടോ. കയറ്റം ഇതാണ് അവസ്ഥ. കണ്ടണേ, കയറേ പോവാ. ജില്ല ഞാൻ പോട്ടെ എന്നാ കയറിക്കൂടെ. കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് കുട്ടിയുടെ അവസ്ഥ എന്താന്ന്. കുട്ടിക്ക് ഒരവസ്ഥയില്ല. കുട്ടി കണ്ടില്ലേ, നമ്മളതിലേറെ മുന്നിൽ മണ്ടും. അതായിരുന്നേ. പോട്ടെ പോട്ടെ. അവസ്ഥ ഇതാണ് കേട്ടോ. ആ കാണുന്ന സിറ്റികളതാ, പിന്നെ അതാ വഴികൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കയറി പോകണം. എൻ്റെ കോട്ടൻ്റെ മതിൽക്കെട്ടും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതാ പോണ ഇതുപോലെ കേട്ടോ. അവിടെ ഹോം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു വഴിക്കൊക്കെ കൂടി ഇങ്ങനെ കയറി വന്നിട്ടാ. കയറി വന്നിട്ട് ഇനി പോള വഴി നോക്കുകയാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് പോകണം. ഇതെങ്ങനെ അങ്ങോട്ട്. ഇവിടെ ഇങ്ങനത്തെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ മതിലൊരു കൊത്തുപണി കാണുന്നുണ്ട്. പാറമലേ ഒരു കൊത്തുപണി കാണുന്നുണ്ട്. ഒരു ഹനുമാൻ്റെ ഫോട്ടോ ആണ് കേട്ടോ. ഇതൊക്കെ ഇതുപോലത്തെ വഴികളൊക്കെ ഉണ്ട് കേട്ടോ.
ഇതൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒഴിഞ്ഞിരിക്കാനൊക്കെ പറ്റും. നോക്കാണി പാറിൻ്റെ ഉള്ളിലെ മടയൊക്കെ നോക്കാണി ഇങ്ങനെ മടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇതേപോലെ കലാപരിപാടികളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ മോശം കേട്ടോ, കാരണം ഇത് ഭാവിയിലേ ആളുകൾ കാണാൻ വരില്ലേ. കാണാൻ വരുമ്പോൾ ഇവിടെയുള്ള മുൻകാല എഴുത്ത് കാര്യങ്ങൾ ഇതൊക്കെ മറക്കുന്ന രൂപത്തിലാണ് ഇങ്ങനത്തെ എഴുത്തുകൾ വരിക, പുതിയ എഴുത്തുകൾ. പിന്നെ പഴയതും കൂടി നമ്മൾ ഓർത്തെടുക്കാനും കാണാനും ശ്രദ്ധപ്പെടാനൊന്നും ചാൻസ് ഇല്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യണവർ ശ്രദ്ധിക്കുക. ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ സ്ഥലങ്ങളല്ലേ. ഞാൻ നിന്ന് നോക്കുമ്പോഴേ കണ്ടാണ് ആ വിട്ടുനിന്ന് കണ്ടിരുന്ന മതിലുകൾ ഇവിടെ ഇങ്ങനെ യാഥാർത്ഥ്യമായി കാണുന്നുണ്ട് അടുത്ത്. ഇതൊക്കെ നോക്കിയിട്ടോ, ഒരു പുടുത്തം എന്ന് പറഞ്ഞ സാധനമില്ല. ഒന്ന് എന്തെങ്കിലും ഒരു കുലുക്ക കാച്ച അടീക്ക കണ്ടോ, ഒരു പുടുത്തമില്ല കണ്ടോ. അങ്ങനെ നമ്മൾ എത്തിക്കുന്ന സ്ഥലം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ അതൊക്കെ പാറകളാണ് കേട്ടോ. ഇതിക്കൂടായിട്ട് കയറി വന്നത്. ഇനി നമുക്ക് ഇതിക്കൂടെ ഇങ്ങനെ പോയേക്കാം. ഇവിടെ ആണ്ട് വഴികളൊന്നും കാണാനില്ല. അവിടെ ഇങ്ങനെ ഒരു ഗുഹമാരി കാണുന്നുണ്ട് ആ രീതിക്ക്. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ഗുഹമാരിട്ടോ. നമുക്ക് ഇതിക്കൂടെ പോയേക്കാം. ഇതിക്കൂടെ ഇങ്ങനെ കയറി നോക്കാം. നമ്മൾ വരുന്ന സ്ഥലം നോക്കിട്ടോ, അടിപൊളി. ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ ഒഴിഞ്ഞിരുന്നാണല്ലോ നല്ല നേക്കാട്ടോ, നേക്കേരിയ. ഇവിടെയൊക്കെ ആൾക്കാർ വന്നിരിക്കലുണ്ടോന്നുണ്ട്, കുപ്പിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. വെള്ളമൊക്കെ തൊട്ടിട്ടണേ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് ഉപ്പൊക്കെ കേട്ടോ. അത് നമ്മൾ ഇവിടെ എത്തിയിട്ടോ, ഈ ഒരു ഏരിയയിൽ. ഇവിടെ ഇങ്ങനെ മുള്ള് കാണുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ വേറെ ഒന്ന് കാണുന്നുണ്ട്. ഈ ഒരു വഴിക്ക് വന്ന് കാണ്ട് ഇങ്ങനെ നോക്കിയപ്പോഴേ കണ്ടാണ് മലകളിങ്ങനെ അതാട്ടോ ആ കോട്ടൻ്റെ മതിൽ കാണണം അവിടെ. ഇങ്ങനത്തെ ഏരിയ കേട്ടോ. ആയിക്കൂടെ ഇങ്ങനെ കയറി വന്ന് ഈ നിൽക്കുന്നതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോയിട്ട് ആയിക്കൂടെ കേട്ടോ വന്നത്. ആയിക്കൂടെ വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു മലപ്രദേശം കേട്ടോ, ഒക്കെ കാലിയായിട്ട് കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കുറേ കരിങ്കല്ലിങ്ങനെ വെട്ടി പീസാക്കി കിടക്കണമൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു ഏരിയ കേട്ടോ. നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ അടിയിൽ കൂടെയാണ് ഇപ്പോൾ ഗുഹ മാറി കയറി വന്നത്. നമുക്ക് ഇതിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ട് പോയി നോക്കാം. വഴി കയറി വരാനുള്ള. അപ്പോൾ ഇവിടെ മുള്ളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കറക്കാതിരിക്കാൻ. അങ്ങനെ ഒരു ഹനുമാൻ്റെ കൊത്തുപണി കാണുന്നുണ്ട് കേട്ടോ. ഓരത് കയറി വരുന്നേ, ഇപ്പോഴാണ് കയറി വരുന്നത്. ഇനി നമുക്ക് കയറാനുള്ളത് ഇവിടെ കൂടി കേട്ടോ. ടാസ്ക് തന്നെ കേട്ടോ കേരള. ഓലിപ്പോഴും അവിടെ എത്തിയിട്ടുള്ളൂ. നല്ല വെയിലായി തുടങ്ങി. പിന്നെ ഇങ്ങനെ മരത്തണലിത് കിട്ടുമ്പോൾ വിശ്രമിക്കാം, എന്നിട്ടൊക്കെ അങ്ങനെ പോയാൽ മതി. പക്ഷെ നമുക്ക് ഈ ഒരു കൗതുകം ഉണ്ടല്ലോ മേലെ എന്താണെന്നുള്ളത്, അതിന് വേണ്ടി പോയട്ടോ. ഇതിലും റിസ്ക് പിടിച്ച ഏരിയ കേട്ടോ. അവിടെ കണ്ട ഈ പാറ കുത്തി വെച്ചിട്ടുള്ളൂ, അതിൽ കൂടി കയറണം. ഇങ്ങനത്തെ ഉരുളക്കല്ലുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ടാണ് ഈ ഒരു കൊത്തുപടിമ കൂടി കയറണം. ഇവിടേക്കൊക്കെ ഇങ്ങനത്തെ തന്നെ കേട്ടോ, കൊത്തുപടികളാണ്. ഇത് തന്നെ സ്റ്റെപ്പുകൾ നോക്കിയിട്ടോ, പാറമ്മ കൊത്തി വെച്ചിരിക്കണേ. ഇവിടെ നിന്ന് ഇങ്ങനെ കൊത്തലാട്ടോ പാറമ്മ. സ്റ്റെപ്പുകളൊക്കെ തീർന്ന്, സ്റ്റെപ്പുകളും കല്ലുകളൊക്കെ തീർന്ന്. പിന്നെ ഇതാ പഴയ കാലത്ത് മതിലിങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ ടൗണിൻ്റെ. നോക്കുമ്പോൾ നമുക്ക് ബസ് സ്റ്റാൻഡ് ആണ് കേട്ടോ, അത് ബസ് സ്റ്റാൻഡാണ്. പിന്നെ ടൗണിൻ്റെ ഏകദേശം വ്യൂ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ ആ കാണുന്ന സെൻറ്ററിൽ കൂടി പോണ ഒരു ലൈൻ അതാ, അത് ബൈപ്പാസാണ് കേട്ടോ, കൃഷ്ണഗിരി ബൈപ്പാസ്. എന്താ പറഞ്ഞാ നടക്കൂടെ അല്ലേ മതിലിട്ട് കേട്ടോ. ഇവിടുന്ന് സ്ലിപ്പായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാണേ പഴയ കാലത്ത് തന്നെ ഇട്ടിക്കണേ. ഈ ഒരു ഏരിയയിൽ ഇതൊരു പാറ കേട്ടോ, ഈ പാറമ്മൽ ഇങ്ങനെ മതിലിട്ടിക്കണേ ഇവിടുന്ന് സ്ലിപ്പായി പോവാതിരിക്കാൻ. ഉണ്ടാക്കണേ മേലേക്ക് ഇങ്ങനെ ഒരു ലുക്കായിട്ട് വരുന്നേ. ഇതൊക്കെ സ്ലിപ്പായി പോകാണ്ടല്ലോ, അടപ്പ് വരും. സ്റ്റെപ്പ് ഉണ്ട് തന്നെ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ സ്റ്റെപ്പേ
ഉണ്ട് തന്നെ ഉള്ളൂ. ഈ സ്റ്റെപ്പ് ആൾക്കാർ ഇവിടെ സ്റ്റെപ്പ് ഇതവിടെ സ്റ്റെപ്പ് ഇട്ടാണ് ഇവിടെ സ്റ്റെപ്പ്. ഈ ഒരു ഏരിയ കയറി വരാൻ കുറച്ച് ടാസ്ക് കേട്ടാ. മഴയാണെങ്കിൽ തീരെ നടക്കില്ല, വെതുക്കും. ഈ ഒരു മതിലിങ്ങനെ അതിനൊരു പ്രൊട്ടക്ഷൻ മാറി കൊടുത്തേക്കാണ്. ഇതൊറ്റ പാറയാണ്. ഈ പാറമ്മ ഒരു മതിലിങ്ങനെ ഇറങ്ങണോടത്ത് നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്താട്ടാ. പണ്ട് തന്നെ ചെയ്താണ് തോന്നുന്നുണ്ട്. കയറാനുള്ള ഇതുപോലത്തെ ഒരു കുത്തനുള്ള കയറ്റാട്ടാ. ഫസ്റ്റ് നമ്മൾ ആഗ്രഹിച്ചെത്തിയ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടാ. അവിടെ കണ്ടാൽ കല്ലുകളൊക്കെ കാര്യങ്ങളൊക്കെ കാണുന്ന മതിൽ കോട്ടൻ്റെ മതിലാട്ടോ. ഒരു ഏരിയയിൽ നിന്ന് കണ്ടിരുന്ന പാറേ ഇവിടെ ഇങ്ങനെ നേരിട്ട് കാണുമ്പോണ്ടല്ലോ, വാവ് എന്തോ രസം. ലാസ്റ്റ് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഏരിയ കേട്ടോ പോണേ. ഇത് പുതിയ സ്റ്റെപ്പുകളാണോ സംശയമുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടൊക്കെ നോക്കിയാൽ തല ഇറങ്ങും കേട്ടോ. ഇതാ സ്റ്റെപ്പുകൾ ഈ ഒരു ഏരിയക്ക് പോകുന്നുണ്ട്. അങ്ങനെ കയറാൻ തോന്നുന്നുണ്ട്. ഇവിടെ മറിച്ചാണ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ താഴത്തേക്ക് നോക്കാൻ പറ്റില്ല കേട്ടോ. എന്തോ കണി ഇവിടുന്ന് ഇങ്ങനെ താഴത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര പേടി. കുട്ടിയും ജസ്റ്റും വരുന്ന കാണുമ്പോൾ അതിലേറെ പേടിയുണ്ട്. മുള്ളുവേലികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇതിനപ്പുറത്തേക്ക് ഒരു കാല് ഒന്ന് തെന്നിയാൽ മതി ആ കെട്ടക്കണ അറിയും. ആ കെട്ടക്കണ അറിയട്ടോ. മനസ്സിന് ഈ തലക്കൊക്കെ പിടിച്ചാ ഇതാണ് കേട്ടോ അവസ്ഥ. ഇവിടെയൊക്കെ മതിലുകളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. കാരണം ഇതിനെ കണ്ട അവശിഷ്ടം ഇവിടെ ഇങ്ങനെ മാറി നിൽക്കാനുള്ള ഒരു കോർണറൊക്കെ ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായെന്ന് തോന്നുന്നുണ്ട്. ഒരു അവശിഷ്ടം കാണുന്നുണ്ട് കേട്ടോ. കേട്ടോ മതിലിൻ്റെ ഇതൊക്കെ പൊട്ടി പൊളിഞ്ഞ് പോയിട്ടൊക്കെ ഉണ്ട്. ഇതിന് തകർത്തതാണെന്ന് അറിയില്ല. കാരണം ഇവരെ നമ്മളെ രാജാക്കന്മാരെ കൊന്നതിൻ്റെ ശേഷം തകർക്കാനും പറ്റില്ല കോട്ട. അങ്ങനെയാണോ എന്നുള്ളത് അറിയില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ ചിഹ്നമൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കയറാനുള്ള. അങ്ങനെ നമ്മൾ എത്തിക്കണ ഏരം നോക്കാണേ പേടിട്ടോ. ഇവിടെ നിന്ന് ഒന്നുണ്ട് കാല് തന്നെയാൽ മതി കഴിഞ്ഞ് ഓല് തൊട്ട് അവിടെ വെക്കണേ. ഓൽക്കിട്ട് കയറി പോരാൻ തോന്നുന്നില്ല. അതുകൊണ്ട് തണലുള്ളതുകൊണ്ടേ. അങ്ങനെ നമ്മളേ ആ വിട്ടുന്ന് കണ്ടിരുന്ന ആ മതിലില്ലേ, മതിലിൻ്റെ അവിടേക്ക് എത്തിയിട്ടോ. ഇതവിടെയൊക്കെ പുതിയ അടിപൊളി ഒരു കോട്ടൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറുന്ന ഒരു ഇൻട്രസ്റ്റിങ് കേട്ടോ. അങ്ങനെ നമ്മളൊരു കോട്ടൻ്റെ ഉള്ളിൽ കണ്ട് കയറണേ. അതും ചെറിയ കോട്ടല്ല, വലിയൊരു പാറിൻ്റെ മേലുള്ള കോട്ട കേട്ടോ. ജസ്റ്റ് നമ്മൾ ഇവിടെ എത്താനായിട്ടുണ്ട്. എത്തിയപ്പോൾ ഇവിടെയൊക്കെ ആ ഒരു മതിൽക്കെട്ടിൻ്റെ ഒക്കെ ഒരു അവശിഷ്ടങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ മതിൽക്കെട്ടാ നിൽക്കണേ. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. എൻ്റെ പൊന്നൂസ് പറഞ്ഞ പോലെ കച്ചറകൾ കൂട്ടിയിട്ട മാതിരി ഉണ്ട്. കാരണം പണ്ട് ഇവിടെ പോയപ്പോൾ ഊട്ടി പോയപ്പോൾ ഊട്ടീൻ്റെ മേലെ നിന്ന് കണ്ടപ്പോൾ കോട്ടൻ്റെ കവാടമാണ് കേട്ടോ ഈ കാണുന്ന കവാടം. ഇവിടുന്ന് ഇങ്ങനെ കയറി വരിക കേട്ടോ. ഗുഹമാരിയൊക്കെ ഒരു ഏരിയ കാണുന്നുണ്ട് കേട്ടോ. കണ്ടാണ് അങ്ങോട്ടൊക്കെ. അതേപോലെ ഇവിടെ ഉണ്ട്. ഈ ഒരു കല്ലിൻ്റെ ഒരു ബലത്തിലാട്ടോ ഈ മേലത്തെ കല്ലിരിക്കണേ. ഈ ഒരു കല്ലുമല ഇരിക്കണേ. ഇഷ്കന്ന് രണ്ട് സൈഡിലേക്ക് ചിഹ്നം കൊടുത്തിട്ടാ. ഇവിടെ ഇങ്ങനെ എങ്ങാണ്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഹൗസ് എന്നുള്ളൊരു ചിഹ്നം കൊടുത്തിട്ടാ. ആ ഇങ്ങോട്ട് ദർഗയും ഇങ്ങോട്ട് ഹൗസും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം എവിടെ കയറാം? ദർഗയിൽ കയറാം അല്ലേ? ദർഗയൊക്കെ കേട്ടോ കയറണേ. അതായത് നമ്മൾ താഴത്ത് കണ്ടില്ലേ, ഈ ഒരു സ്റ്റെപ്പ് കണ്ടാണ് ഈ കല്ലുമ്പോൾ ജസ്റ്റ് ഒന്ന് കൊത്തി വെച്ചിട്ടുള്ളൂ. എന്താ ദർഗാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ പോകണമെന്ന് വെച്ചാൽ ഇതൊക്കെ ഇപ്പം അടുത്ത് ചെയ്തതാണ് കേട്ടോ. പെയിൻറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ എവിടെയൊക്കെ പോകണമെന്ന് വെച്ചാൽ ദർഗ, അതായത് താഴത്ത് കണ്ട കബറില്ലേ, ആ കബറിൻ്റെ ഉടൽ ഭാഗം, തലൻ്റെ താഴെയുള്ള ഭാഗം ഇരിക്കുന്ന സ്ഥലത്തേക്കാട്ടെ നമ്മൾ പോണത്. ഇവിടുന്ന് യുദ്ധം ചെയ്തപ്പോൾ തല അങ്ങോട്ട് തെറിച്ച് എന്നുള്ളതാണ് കേട്ടോ. അതായത് ഇവിടുന്ന് കാറ്റടിച്ചപ്പോൾ അത്രയും ദൂരം പോയിട്ട് വീണു എന്നുള്ളതാണ് കേട്ടോ. വെട്ടി മാറ്റിയപ്പോഴേ ഈ കാറ്റിൻ്റെ ശക്തിയാൽ അത്രയും ലോങ് പോയിട്ട് വീണു എന്നുള്ളതാണ് കേട്ടോ. സംഭവിക്കാം, കാരണം അത്രയും കാറ്റാണ് ഇവിടെ. ഇപ്പം തന്നെ അങ്ങോട്ട് കയറുമ്പോൾ പേടിയാണ്. ൊക്കെ നോക്കിയിട്ട് നല്ല കാറ്റുണ്ട്. ഇളകണേ ജസ്റ്റ് കയറിനൊക്കെ കാറ്റുണ്ട്. കാറ്റാണ് പേടി. കാറ്റ് അടിച്ചാൽ നമ്മൾ ചിലപ്പം വീഴ്ത്തി കളയും.
പിന്നെ അതിൻ്റെ മേലെ വെള്ളം കാണുന്നുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ഒരു കുഴിയിൽ ഉരുണ്ട് മടങ്ങിയിട്ടൊക്കെ കയറി വരുന്നേ. ഇവിടെ അതിലേറെ ടാസ്ക് കേട്ടോ. ഈ ഒരു പാറതാ, ഈ ഒരു പാറമ ഈ കാണുന്ന സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്താ ഈ ഒരു സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ കണ്ടോ, ഇങ്ങനെ കൊത്തി ചെയ്യണേ ആ ഒരു സ്റ്റെപ്പ്. ട്രിപ്പിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ കൊത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ കൊത്തി ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് ട്രിപ്പ് ഇട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്നൊക്കെ ഒരു വീണാണ്ടല്ലോ, വീണാൻ്റെ അവസ്ഥ ആലോചിക്കാൻ വയ്യ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പാറൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്നല്ലേ ഉള്ളൂ കേട്ടോ. ഒന്നുകിട്ട് ചെറുക്ക് ചെയ്താലേ, ചെറുക്ക് ചെയ്യാതിരിക്കട്ടെ. ഇവിടെ അതേപോലെ ഇവിടേക്ക് ഇങ്ങോട്ടൊരു കാട് കേട്ടോ, മുൾക്കാട്. അപ്പോൾ ഇങ്ങനെ കയറി വന്നിട്ടോ. ഇത് നമുക്ക് നോക്കിയപ്പോൾ ഇവിടെ എന്തോ ഒരു ഇത് പൊട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചതാണോയെന്ന് ഡൗട്ടുണ്ട് കേട്ടോ. ഈ കല്ല് വരിക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയക്ക് വരുമ്പോൾ കണ്ടാണ് ഈ ഒരു പാറയും കൂട്ടി കാണുമ്പോഴുള്ള വ്യൂ. അങ്ങനെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ, നമ്മളെ വഴികളും കാര്യങ്ങളൊക്കെ അടുത്തേക്ക് ഇങ്ങനെ ദർഗൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കല്ലുകൾ ഇട്ടിട്ടുണ്ട്. ഈ കല്ലുകൾ കഴിഞ്ഞാൽ നേരെ പിന്നെ വീണ്ടും കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പാറമ്മൽ. അവിടെയൊക്കെ മഴക്കാലം വന്നാൽ ഭയങ്കര ഡേഞ്ചർ കേട്ടോ. അതൊക്കെ മഴക്കാലം വന്നാൽ ഡേഞ്ചർ, പതുക്കി പോവും. ഇതാണ് വഴിയും തോന്നുന്നുണ്ട് കേട്ടോ. മാർക്കിങ് കാര്യങ്ങളൊന്നും കാണാനില്ല. ഇവിടേക്കൊക്കെ കണ്ടണി ചുറ്റുപുറം ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട്. പൊട്ടിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കി എവിടെയാണാവും. ഈ ഒരു ഏരിയക്ക് വരുമ്പോഴേ പേടിയാട്ടോ. കണ്ടാണ് ഈ ഒരു ബൈക്കിൽ കൂടെയൊക്കെ പോകണം. പാറിൻ്റെ മേലെ ഇട്ട് മുകളിൽ ജെസ്സിയും കുട്ടികൾ നടന്നോണ്. പേടിയുണ്ട്, മനസ്സ് പേടിനെ. അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മൾ ഈ ഒരു മേലെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഈ അടിയിൽ നോക്കുമ്പോൾ വെട്ടക്കുന്നുണ്ടോ മനസ്സൊക്കെ. നല്ല കാറ്റുണ്ട്. അതിൻ്റെ ശേഷം സ്റ്റെപ്പുകളും ഇല്ല, ഒന്നുമില്ല കേട്ടോ. പ്ലെയിനായി കിടക്കുന്ന സ്ഥലം. അവിടെ കണ്ടാണ് ഈ പാറകളും കാര്യങ്ങളൊക്കെ ഇരിക്കണേ. മതിലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കാണുന്നത്. ഇതിൽ നല്ലോണം മറ്റേ ഇതൊക്കെ വളർന്നിട്ടുണ്ട് കേട്ടോ, പുല്ലുകളൊക്കെ. ദർഗ ഇരിക്കുന്ന സ്ഥലം അവിടെയാണ് കേട്ടോ. നമുക്ക് അതിൽക്കൂടെ അങ്ങനെ വരണം. പക്ഷെ നമ്മൾ ഇതിൽ കൂടെ കയറി ചെയ്ത്, കാരണം അവിടുന്ന് പേടി ആയിക്കൂടെ പോകാൻ. അങ്ങനെ നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ വന്നു. ഇനി ഇങ്ങനെ ഇതിൽ കൂടെ പോവാം. മോൻ്റെ സന്തോഷം നോക്കാം നിങ്ങൾ. മോനസിൻ്റെ ഇവിടെ എത്തിയപ്പോഴേ പാറ കാണിച്ചോ, ഇങ്ങനെ നിൽക്കേണ്ടത് തന്നെ ഉള്ളൂ. അതേപോലെ ആ പാറ അതിൻ്റെ അപ്പുറത്ത് മതിൽക്കെട്ടുണ്ട് കേട്ടോ. അതാണ്ട് ഇളകി പോകാതിരിക്കാനോ അതോ വേറെ എന്തിനെങ്കിലും ആണെന്നുള്ളത് അറിയില്ല. അങ്ങനെ ഇവിടെ കോട്ട വരെയുള്ള കാര്യം ഇപ്പോഴാട്ടോ കറക്റ്റ് മനസ്സിലായത്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നാലോ ഭാഗത്ത് മലകളെ മേൽഭാഗം കാണാമെന്നുള്ള കേട്ടോ. അപ്പോൾ ഇവിടുന്ന് എന്ത് വരികയാണെങ്കിലും ഇവിടുന്ന് ഒറ്റ വീക്ഷണത്തിൽ തന്നെ കാണും. രണ്ട് കയറിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു പാറ. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കുപ്പിയൊക്കെ ഇട്ടിച്ചിങ്ങനെ. ഇത് മനസ്സിലാക്കേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ് കേട്ടോ. ഈ ഒരു മല മാത്രം ഇന്ത്യയിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആണെന്നാണ് ഒരു പട്ടാളക്കാരൻ പറഞ്ഞിട്ട് താഴത്തുനിന്ന്. ഇവിടെ കറണ്ട് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കറണ്ട് ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങനെ താഴത്തേക്കും പോകുന്നുണ്ട്, ഇവിടെ നിന്നും പോകുന്നുണ്ട്. കോട്ടമതിലിൻ്റെ അവശിഷ്ടമാട്ടോ ഈ കാണുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നോക്കുകയാണെങ്കിൽ ആ കാണുന്നത് ബൈപ്പാസാണ് കേട്ടോ പോണത്. അങ്ങനെ നീണ്ടു പോണത് ബൈപ്പാസാണ് കേട്ടോ. കോട്ടൻ്റെ വേസ്റ്റ് ഭാഗങ്ങളൊക്കെ ഇതൊക്കെ ചിലപ്പോൾ അന്ന് തകർത്ത് കളഞ്ഞതാവോ. പിന്നീട് അക്രമികളെ ഇവിടെയൊക്കെ അങ്ങനെ പീസുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോയി നോക്കാനുള്ള ധൈര്യം കാണുന്നില്ല കേട്ടോ. അവിടെ നിന്നാണ് നോക്കാനുള്ള ധൈര്യം കാണുന്നില്ല. ടാസ്ക് നമ്മൾ മാലിക്ക് നിർത്തിക്കണ ഏകദേശം ഈ ഒരു ഏരിയയിലാട്ടോ. അവിടെ ഇങ്ങനെ വലിയ കുളം, അതിൻ്റെ നേരെ ബാക്കിൽ ബസ് സ്റ്റാൻഡ്. അങ്ങനെ പോലെ ഇവിടെ നോക്കിയാൽ എല്ലാ മലകളും കാണുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ ഇഷ്ടികൾ കൊണ്ടുള്ള മതിലുകളൊക്കെ തകർത്ത ഒരു ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു കൊടിമരം വരുന്നുണ്ട്. പിന്നെ എന്താ ഇവിടുന്ന് ഇങ്ങനെ ലൈനും കമ്പി വരുന്നുണ്ട്. ഇതൊക്കെ ഇരുമ്പിൻ്റെ പൈപ്പാണ് കേട്ടോ. തകർത്ത് ഇങ്ങോട്ട് ഇട്ടിക്കാൻ കേട്ടോ, ഇടിച്ച് ഇങ്ങോട്ട് നിരപ്പാക്കിയാണ്. വരുന്ന ഈ ഒരു ഭാഗത്താണ് കേട്ടോ. അവിടേക്ക് നമുക്ക് പോയേക്കാം. പിന്നെ അതുപോലെ ആ ഒരു മക്കാമ അവിടെ നിന്ന് കാണുന്നുണ്ടോ നോക്കട്ടോ. താഴെയുള്ള അവരെ തലഭാഗമുള്ള ആ ഒരു ഏരിയ
നമ്മൾ സ്റ്റെപ്പുകളൊന്നും ഇല്ലാത്ത ഏരിയ കൂടി തന്നെ കേട്ടോ പോണത്. ഇവിടേക്കൊക്കെ വരുന്നവർ നല്ല ശ്രദ്ധിക്കണം, കുട്ടികളെയും ഇവിടേക്ക് നല്ല ശ്രദ്ധിക്കണം കേട്ടോ. ഭയങ്കര ടാസ്ക്കാണ്. ചെറുതായിട്ട് സ്റ്റെപ്പുകളൊക്കെ കൊത്തി വെച്ചിട്ടേ ഉള്ളൂ. അന്നത്തെ കാലത്ത് ഈ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് താഴത്തുനിന്ന് പറഞ്ഞിട്ട് ആൾക്കാർ. ഇവിടെ ചന്ദനത്തിൻ്റെ നല്ല മണം അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയക്ക് എത്തി. അങ്ങനെ ഒരു മതിൽ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇഷ്ടികയിൽ തന്നെ ഉള്ളത് കല്ലുകളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വിലങ്ങ് പൊട്ടിച്ചിരിക്കണേ, ഇങ്ങനെ പൊട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വഴി ഇങ്ങനെ നടന്നു വരണം കേട്ടോ. ഒന്നതിന് ശേഷം ഇതുപോലെ ഒരു കവാടം കാണും, അതിലൂടെ നമ്മൾ കയറേണ്ടത് കേട്ടോ. ഇവിടെയൊക്കെ മതിലുകൾ കാണുന്നുണ്ട്. ഈ പാറൊക്കെ നിൽക്കാൻ നോക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ മതിൽ കാണുന്നുണ്ട് കേട്ടോ. പണ്ടത്തെ കോട്ടയുടെ മതിലാണ്. ആ ഭാഗത്ത് കാണുന്നുണ്ട് കോട്ടൻ്റെ മതിൽ. കോലുകൊണ്ട് ഉണ്ടാക്കിയ എന്തോ ഒരു സംഭവം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാവണില്ല. ഉള്ളിൽ കയറിയോ കേട്ടോ. അറ്റ്ലാസ്റ്റ് നമ്മൾ ഈ ഒരു മക്ബറിൻ്റെ ഹോട്ടലിൽ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന ഗേറ്റ് തുറന്നാൽ അതിൻ്റെ ഉള്ളിലാണ്. ഫോളോ മീ. നമുക്കൊന്ന് പോയി മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഈ കവാടത്തിൻ്റെ ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഈ കവാടം തന്നെ ആ ഒരു പഴമയെ നിലനിർത്തിക്കൊണ്ടുള്ളൊരു കവാടമാണ് കേട്ടോ. ഒരാൾക്ക് കടക്കാനുള്ള ഗ്യാപ്പിനാണ്. കൂടുതൽ ആൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവേശിക്കാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഇങ്ങനെ അങ്ങോട്ടും കിടക്കാം. അങ്ങനെ ഈ സൈഡിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു ചിമ്മിണി വിളക്ക് എത്തിച്ചേക്കുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രകാശം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട്. ഗ്ലാസ്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് രാത്രി ലൈറ്റ് കത്തിച്ചേക്കുന്ന ഒരു സംഭവമാണ് തോന്നുന്നത്. നല്ല ലോങ്ങിൽ നിന്ന് കാണലുണ്ട് ലൈറ്റ്. അത് ഈ ലൈറ്റ് ആവില്ലേ. നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരുപാട് പാറക്കല്ലുകളാണ്. അതിന് മേലെ വിളക്ക് കത്തിക്കണ ഒരു സംഭവമായിട്ടാട്ടോ അത് ഫീൽ ചെയ്തത്. വിളക്ക് ഇങ്ങനെ കത്തിച്ചേക്കണതായിട്ട്. പിന്നെ ഇവിടെ ഇതാ വിളക്ക് കത്തിച്ചേക്കണവർ ഇതിൻ്റെ ഉള്ളിൽ റാന്തലെന്തെങ്കിലും കത്തിച്ചാണ് ഇങ്ങനെ കുത്തനെ വെക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കുബ്ബ കിടക്കുന്നുണ്ട്. നല്ല കാറ്റാട്ടോ, നല്ല പേടിയുണ്ട് ഈ സമയത്ത്. ഇപ്പോൾ ഇവിടെ ഈ പാറപ്പുറത്തേക്ക് നടക്കുമ്പോഴേ. പിന്നെ ഇവിടെയൊക്കെ ടൈല് കാര്യങ്ങളൊക്കെ ഇട്ടൊന്ന് മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പുകൾ വരുന്നുണ്ട്, അവിടെയും സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. ഈ ഒരു ഏരിയയ്ക്ക് നമ്മൾ എത്തിയിട്ടോ. ഈ മക്ബറുള്ള നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാം. അസ്സലാമലൈക്കും. ഇവിടെ ഇങ്ങനെ രണ്ട് കബറിട കേട്ടോ. ഇവിടെ ഉടലാണുള്ളത്, തലഭാഗം അവിടെയാണ് കേട്ടോ. ഇങ്ങനെ ആയിട്ടേ ഇതിൻ്റെ കാര്യങ്ങൾ മൊത്തത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. 1639 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 1998 എന്നും കാണുന്നുണ്ട്. അതേപോലെ ഇവിടെ അതേപോലെ ഉണ്ട് കേട്ടോ. ഈ ഒരു കബറിടാണ് കേട്ടോ അവരെ ഹോട്ടൽ ഭാഗം ഉള്ളത്. തലഭാഗം നമ്മളെ മക്കാമിലാണ് താഴത്തുള്ള. ഇവിടുന്ന് യുദ്ധം ചെയ്തപ്പോൾ അവരെ തല താഴത്ത് പോയി വീണു. പിന്നെ അവിടെ മറവ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ ഐതിഹ്യം. ഇവിടെ അതിൻ്റെ ഹോട്ടലും അവിടെ അതിൻ്റെ തലയും. ഇതുപോലൊരു വിളക്ക് കാര്യങ്ങളൊക്കെ കത്തിച്ചേക്കുന്ന സ്ഥലമുണ്ട്. അതിന് മേലൊക്കെ ഒരു കൊടിമരമുണ്ട്. പിന്നെ ഒരു ലൈറ്റ് അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാറിൻ്റെ ഉള്ളിലൊക്കെ ഗുഹകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഗ്യാപ്പ് ആ അടച്ചു വെച്ചിരിക്കണം. ഇങ്ങനെ ഗുഹ വരുന്നുണ്ട്. ഇവിടെയും ഗുഹ വരുന്നുണ്ട് കേട്ടോ, അടച്ചു വെച്ചിരിക്കണം. ഗുഹ കാണാനായിട്ട് തെറ്റിക്കാണ്ടിരിക്കുകയാണ്. ഗുഹ കാണിച്ചെടുക്കണമല്ലോ. ആ കാണുന്നതന്നെ ഉള്ളു, മേലെന്ന് ഉള്ളിക്കില്ല. വാ വാ വാടാ. ഇങ്ങനെ വേണമെങ്കിൽ കിടക്കാം, പക്ഷെ ഇവിടെ അടച്ചിട്ടുണ്ട്. നല്ല കാറ്റാട്ടോ, പേടിയായിക്കൂടെ പോകാൻ. നമുക്ക് അങ്ങനെ വളഞ്ഞു വിരിഞ്ഞ് തന്നെ പോവാം. തിണ്ടുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അന്നത്തെ ആ ഒരു ഇതിങ്ങനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷെ ഒക്കെ നശിപ്പിച്ചിരിക്കണം കേട്ടോ. നശിച്ചു പോയതാവാം, ഇല്ലെങ്കിൽ അന്നത്തെ യുദ്ധം കഴിഞ്ഞതിൽ എല്ലാവരും കൂടി നശിപ്പിച്ചതാവാം. കല്ലുകളൊക്കെ പൊട്ടിക്കാൻ നോക്കിയിട്ടുണ്ട്. അതായത് ഈ കല്ലുകൾക്ക് അടിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ ഇവിടെ ഗുഹകളൊക്കെ ഉണ്ട് ഇതിൻ്റെ താഴത്ത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. അതിൽക്കൂടെയൊക്കെ ഒരുപാട് ആൾക്കാർ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല എന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത് കേട്ടോ. ഈ മതിലുകളാട്ടെ നമ്മൾ അവിടെ നിന്ന് കണ്ടിന്ന് ഒരു കല്ലൊക്കെ പൊട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കാണുന്നത് ഒരു മതിൽക്കെട്ട്. ഇതിൽ കൂടെ ഇങ്ങനെ നടന്നു നിന്ന് അടുത്തൊരു മതിൽക്കെട്ടും കൂടി വരുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ഒരു, അതായത് ഇതിൻ്റെ ഉള്ളിൽ മൊത്തം രാജാക്കന്മാരെ ഫുള്ള് വീട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാക്കിയിട്ട് 1-ാം മതിൽക്കെട്ട് 2-ാം മതിൽക്കെട്ട് അവിടെ.
അപ്പോൾ ഈ യുദ്ധം ചെയ്യാൻ ഇതിനൊക്കെ ഭയങ്കര സൗകര്യമാണ്. അതിന് വേണ്ടിയിട്ട് ആ ഒരു ഏരിയ നോക്കാൻ ഇതവിടെയൊക്കെ യുദ്ധം ചെയ്യാൻ നല്ല സുഖമാണെന്ന് തോന്നുന്നുണ്ട്. തോക്കൊക്കെ വെക്കാനുള്ള ഗ്യാപ്പാണ് തോന്നുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ അങ്ങനെ കാണുന്നത്. പോയി എക്സ്പ്ലോർ ചെയ്യാം.